ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കിയാലോ. അത് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. മുടിയുടെ ഇടയിൽ കൂടി വരുന്ന നര മാറാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഇതെല്ലാം മാറാനും ഈ എണ്ണയിലൂടെ സാധിക്കും. നമ്മുടെ തലമുടി നന്നായിട്ട് ബ്ലാക്ക് നിറമാവാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ ഈ എണ്ണ തേക്കുന്നതിലൂടെ. എണ്ണ കാച്ചാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈലാഞ്ചിയിൽ അത് ഇതുപോലെ ഊരിയെടുക്കാം. അതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയും 2-3 ചെമ്പരത്തിപ്പൂവും ഒപ്പം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന തുളസിയിലയുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, 2-3 കറക്ക് കറക്കുക. ഈ മോഡലിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്കിതിനെ കിട്ടും. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ അളവിന് നിങ്ങളുടെ ആവശ്യാനുസരണം ചേഞ്ച് വരുത്താം. ഞാനിവിടെ ഈ ഒരു ബോട്ടിലിലെ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അടിച്ചു വെച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല കുമിളകളായിട്ട് വരും. ഈ കുമിളകൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ഇവിടെ കറക്റ്റായിട്ട് പാകമായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കുമിളകളൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ കറക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ എണ്ണ ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ അരിച്ചെടുത്ത് ബോട്ടിലേക്ക് മാറ്റാം. അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയിൽ ഒട്ടും തന്നെ വെള്ളം ആടില്ല കേട്ടോ. അതെന്തായാലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബോട്ടിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യണം. ഇതുപോലെ അരിച്ചു മാറ്റിയ നമ്മുടെ എണ്ണയെ നമുക്ക് ബോട്ടിലാക്കി മാറ്റി വയ്ക്കാം. ഒരു ബോട്ടിൽ തന്നെ നമ്മൾ നിറച്ച് വെച്ച് അത് യൂസ് ചെയ്യണേക്കാളും ഏറ്റവും നല്ലത് 2-3 ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് കേടുകൂടാതെ കുറേ നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 3 ബോട്ടിലായിട്ടാട്ടോ ഇത് നിറച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം 1-2 ബോട്ടിലായിട്ട് ഇത് നിറച്ച് വയ്ക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് തലമുടിയിൽ തേച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.